കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാനം ഗുരുതര വീഴ്ച വരുത്തുന്നതായി വിലയിരുത്തൽ. സെപ്റ്റംബർ 9 ഡൽഹിയിൽ എംപോക്സ് സ്ഥിരീകരിച്ചതിന് പിന്നാലെ അതീവ ജാഗ്രത പുലർത്താൻ കേന്ദ്രം ആവർത്തിച്ച നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷമാണ് സർവൈലൻസ് ടീമിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കാര്യക്ഷമമാക്കാൻ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയത്. ഈ വർഷം രാജ്യത്ത് ആദ്യ എംപോക്സ് കേസ് റിപ്പോർട്ട് ചെയ്തത് സെപ്റ്റംബർ 9 ഡൽഹിയിലാണ്. പിന്നാലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും പുതുക്കിയ മാർഗരേഖ കൈമാറി മുൻകരുതൽ സ്വീകരിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എയർപോർട്ടുകളിൽ സർവൈലൻസ് ശക്തിപ്പെടുത്താനടക്കം നിർദ്ദേശം നൽകി. എന്നാൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചതിനു ശേഷമാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് മുൻകരുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഏറെ ഗൗരവമേറിയ വിഷയങ്ങളെയും മുന്നറിയിപ്പുകളെയും ആരോഗ്യമന്ത്രി നിസാരവൽക്കരിക്കുന്നുവെന്നാണ് ഉയരുന്ന വിമർശനം. 2022 ഇതിനു മുൻപ് കേരളത്തിൽ എംപോക്സ് സ്ഥിരീകരിച്ചത്. അന്ന് സംസ്ഥാനം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിരുന്നു. അതനുസരിച്ചുള്ള ഐസൊലേഷൻ, സാമ്പിൾ കളക്ഷൻ, ചികിത്സ എന്നിവയെല്ലാം ഉറപ്പുവരുത്തിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ജാഗ്രത തുടരാനുള്ള നിർദ്ദേശം നിലവിൽ നൽകി. കേന്ദ്ര നിർദ്ദേശപ്രകാരം തുടർച്ചയായി യോഗം ചേർന്ന് സംസ്ഥാനത്തെ സാഹചര്യം ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന് വിലയിരുത്തുന്നു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന 38-കാരന്റെ സാമ്പിൾ തുടർ പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. ജനം, തിരുവനന്തപുരം.